ഹേ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ടുഡേ ഞാൻ ലാസ്റ്റ് ഇയറിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ സ്റ്റഡി ടൈം ടേബിളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഇത് ഫുള്ള് ഇതേപോലെ ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5-2 months കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒരു തുടക്കം കുറിച്ച് വെക്കുക. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ടൈം ടേബിളിലേക്ക് കിടക്കാം. എൻ്റെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് രാവിലെ 4 മണിക്കാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി പ്രെയറൊക്കെ കഴിഞ്ഞ് 4:20 മുതൽ 5 മണി വരെ ഞാൻ ബയോളജി NCERT വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് 5 to 5:15 ഓർ പ്രെയർ ടൈം വാരീസ് റൈറ്റ്. സോ അതിനനുസരിച്ച് പ്രെയർ ടൈം ഒരു 15 minutes. പിന്നെ 5:15 തൊട്ട് 7:15 വരെ സെഷൻ 1 എന്ന് പറയുമ്പോൾ ഞാൻ ഓഗസ്റ്റിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത്യാവശ്യം പെൻഡിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ തുടക്കം മുതലാണ് ക്ലാസ്സസ് കണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സസ് ഞാൻ ഈ ടൈമിൽ കാണും. പിന്നെ ഒരു 5 minutes ബ്രേക്ക് എടുക്കും. അതിനുശേഷം 7:20 മുതൽ 8 മണി വരെ ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യും. ബയോളജി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ NCERT വായിക്കലാവും. ഞാൻ ബയോളജി കൂടുതൽ സെൽഫ് സ്റ്റഡി ചെയ്തിരുന്നത്. അതേപോലെ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സോ ആണെങ്കിൽ ഞാൻ ക്ലാസ് കാണും. അല്ലാത്തതൊക്കെ ഞാൻ സെൽഫായിട്ട് NCERT വായിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യലായിരുന്നു. പിന്നെ 8 to 8:20 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബ്രേക്കാണ്. ഒരു 8 minute കൊണ്ടൊക്കെ ഫുഡ് കഴിച്ച് ചെയ്യും. പിന്നെ അതിന് ശേഷം ഞാൻ ഫോൺ കുറച്ച് നേരം നോക്കും. അങ്ങനെ പിന്നെ 8:20 മുതൽ 9 മണി വരെ സെഷൻ 1ൻ്റെ ആഡ് ഓൺ, അതായത് സെഷൻ 1ൻ്റെ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ നോട്ടൊന്ന് റിവൈസ് ചെയ്യലും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ടാവുമല്ലോ, അത് ഈ ടൈമിലാണ് ചെയ്യുക. 9:10 മുതൽ 11 മണി വരെ സെഷൻ 2 ഞാൻ രാവിലെ ഏതാണോ ഇപ്പോൾ ഫിസിക്സാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി കാണും, അതേപോലെ അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് കാണും, അങ്ങനെ. പിന്നെ 11 to 11:20 ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്കിലാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആവുക. നമ്മൾ ഓരോ ബ്രേക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ 11:20 മുതൽ 12 വരെ ഞാൻ സെഷൻ 2ൻ്റെ ആഡ് ഓൺ, അതായത് ഇക്വേഷൻസ് എഴുതലും പിന്നെ നോട്ട് ഹൈലൈറ്റ് ചെയ്യലും, നോട്ടൊന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ 12 to 12:30 ബയോളജി വായിക്കും. അതായത് രാവിലെ സുവോളജി ആണെങ്കിൽ ഇപ്പോൾ ബോട്ടണി ആവും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കും, അങ്ങനെ. 12:30 to 1 സെഷൻ 1ൻ്റെ പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് തുടങ്ങി വെക്കും. ബാക്കി പ്രോബ്ലം ചെയ്യൽ ഞാൻ 2 മണിക്ക് ശേഷമാണ്. പിന്നെ 1 to 2 ഞാനൊരു ലോങ് ബ്രേക്ക് എടുക്കും. അതായത് ആദ്യത്തെ 2 മാസങ്ങളിലാണ് ഇത്രയും ലോങ് ബ്രേക്ക് എടുത്തത്. പിന്നെ ഞാൻ 1:40 അല്ലെങ്കിൽ 1:35 ഈ റേഞ്ചിലൊക്കെയാണ് ബ്രേക്ക് എടുത്തിരുന്നത്. ആ ടൈമിൽ ഫുഡ് കഴിച്ച് പ്രെയറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോൺ നോക്കലുണ്ട്. ഇനി ബ്രേക്കിന് ശേഷം 2 o'clock മുതൽ 4 o'clock വരെ ഞാൻ പ്രോബ്ലംസ് ചെയ്യും. അതായത് സെഷൻ 1ൻ്റെയും സെഷൻ 2ൻ്റെയും പ്രോബ്ലംസ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യൽ. അപ്പോൾ പറയാനുള്ളത്, വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസാണ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അതിലൊന്നും പ്രശ്നമില്ല, നമ്മൾ നിർത്തി പോകാണ്ടിരിക്കാൻ കഴിയില്ലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. ഗ്രാജുവലി നമ്മളെ സ്പീഡും എഫിഷ്യൻസിയൊക്കെ കൂടും. പക്ഷേ ആദ്യം തന്നെ ഇതിനെ കൊണ്ട് കൂടുന്ന പരിപാടിയല്ലെന്ന് വിചാരിച്ച് നിർത്തി വെച്ചാൽ എന്നും നമ്മളെ സ്പീഡ് ഒരേപോലെ തന്നെ ആവും. അതായത് ഒരു ലോങ് സ്പാനിൽ പോലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിർത്തി പോകാണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 o'clock മുതൽ ഒരു 4:15 4:20 വരെ ഞാൻ പ്രെയറും പിന്നെ ടീ ബ്രേക്കും രണ്ടും കൂടി എടുക്കും. പിന്നെ 4:20 മുതൽ അടുത്ത പ്രെയർ ടൈം വരെ, സപ്പോസ് 6:30 വിചാരിക്കുക, അപ്പോൾ 6:30 വരെ ഞാൻ ബാക്കി പ്രോബ്ലംസ് ചെയ്യും. ഈ പ്രോബ്ലംസ് ചെയ്ത് മടുത്താൽ ഞാൻ ബയോളജി നോക്കും. അങ്ങനെ കുറച്ചൊന്ന് ലാഗായി പോകുന്ന ടൈമാണിത്. ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവലുണ്ട്, എന്നാലും ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ 6:30 to 6:50 പ്രെയർ ബ്രേക്കാണ്. പിന്നെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ ഫുഡ് കഴിക്കും. കാരണം നേരത്തെ ഉറങ്ങണതാണല്ലോ, അപ്പോൾ ഞാൻ ഫുഡ് ആ ടൈമിൽ തന്നെ കഴിക്കും. ഒരു 7:05 ഒക്കെ ആകുമ്പോഴേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ 7:05 തൊട്ടിട്ട് 8:40 വരെ ഞാൻ അടുത്ത ക്ലാസ് കാണും. അതിൻ്റെ പ്രോബ്ലംസൊക്കെ നെക്സ്റ്റ് ഡേ ആണ് ചെയ്യലുണ്ടാവുക. ഇത്ര ഞാൻ ക്ലാസ് കണ്ടിരുന്നുള്ളൂ. അതായത് കാണുന്ന ക്ലാസ് ഞാൻ 2x ഇട്ടിട്ടാണ് കാണുക, അങ്ങനെ. പിന്നെ അതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ ക്ലാസ് കാണുന്നതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കൂട്ടി. കാരണം ഓൾറെഡി പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കണ്ടിരുന്നു, അങ്ങനെ. പിന്നെ 8:40 തൊട്ട് 8:50 വരെ ഞാൻ നെക്സ്റ്റ് ഡേയിലേക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കും. ആദ്യമൊക്കെ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയത് കേട്ടോ. പിന്നെ 8:50 to 9 ബെഡ് ടൈം പ്രിപ്പറേഷനും പ്രെയറുമായിട്ട് പിന്നെ കറക്റ്റ് 9 o'clock ഞാൻ കിടക്കും. പിന്നെ അതേപോലെ നെക്സ്റ്റ് ഡേ വീണ്ടും 4 o'clock നീക്കും. ഇതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ടൈം ടേബിൾ.
യൂസ്ഫുൾ ആയെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.